മിക്കവരും ചോദിക്കും ഞാൻ എന്തുവാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്. ഞാൻ ഇതാ കണ്ടോ, ഒരു കുറ്റാന്വേഷണത്തിൻ്റെ ഇതാണ് ഇത്. ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് ഒക്കെയുള്ള ഒരു പുസ്തകമാണ്. പിന്നെ അടുത്ത പോലീസ് സർജൻ്റ് ഓർമ്മക്കുറിപ്പുകളാണ്. ഇതും എൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഡീറ്റെയിലുകളും ഒക്കെ ഞാൻ പഠിക്കുകയാണ്. ഞാൻ പിന്നെ ഇപ്പം LLB തോറ്റിരിക്കുന്ന ഒരാളാണ്. ഒരു 3-4 വിഷയം കിട്ടാൻ. ഒന്ന് ഫാമിലി ആക്ട്, പിന്നെ 2 പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട്. അങ്ങനെ കുറേ 2 കൂടെ ഉള്ളൂ. അന്നേരം അത് ഞാൻ പഠിച്ചെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. അത് എഴുതിയെടുക്കും. അതിന് വേറെ ഇതാണ് അല്ല, യൂണിവേഴ്സിറ്റി ഞാൻ അതിനുള്ള പൈസയൊക്കെ അടച്ച് ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാർ, നല്ല ആൾക്കാരുണ്ട്. അൻസിബ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ആ പുള്ളിക്കാരത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളൊരു പർച്ചേസ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേണം, അല്ലെങ്കിൽ ആരൊക്കെ കണക്ക് ചോദിച്ചാൽ അതൊക്കെ എന്തൊക്കെ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. ഇത് ആദ്യമേ അടിസ്ഥാനം തെറ്റിയിരുന്നു. ഒരു നല്ല അക്കൗണ്ടൻറ്റിനെ വെച്ച് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫയലുകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ സമയത്ത് ഒരു ചോദിക്കുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ വേണം. പിന്നെ ഈ പർച്ചേസ് നടത്തുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്ഥാപനത്തേക്ക് അതിൻ്റേതായ ചെക്കിൻ്റെ ഒരു പകർപ്പെടുക്കാം, എത്ര രൂപ കൊടുത്തു എന്നുള്ളതൊക്കെ. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചിലവ് വന്നിട്ടുണ്ട് ആ ചിലവൊക്കെ നമുക്ക് അവതരിപ്പിക്കാം. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടൻറ്റിനെ പറ്റുകയുള്ളൂ. പിന്നെ എന്തൊക്കെ നമ്മളിപ്പം വീട് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റു കൊടുക്കുന്ന ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചാൽ അത്രയും നല്ലതാണ്. അതിനെ കുറ്റപ്പെടുത്തിയിട്ട് അതിനെ തോന്നിവാസം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ലതായിട്ട് അത് എവിഡൻസോട് കൂടിയാണ് ഓരോ മാറ്ററും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തത്. അന്നേരത്തേക്ക് ആ എവിഡൻസ് ആക്ട് പ്രകാരം അത് പറഞ്ഞത് കോടതിയിലെങ്ങാനും പോയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത എല്ലാവരും കുരുങ്ങും. അത് പറഞ്ഞത് എല്ലാ വാക്കുകളും കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ അൻസിബയ്ക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ ചെയ്ത് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. ഞാൻ LLB തോറ്റത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് ഞാൻ വേണ്ട ഒരു വക്കീൽ ചെയ്യേണ്ടത്, ഞാൻ അതിന് വേണ്ടത് കോടതിയിൽ വേണ്ടത് സബ്മിറ്റ് ചെയ്യാനും വേണ്ട അനന്തര നടപടികൾ ചെയ്യുവാനും ഒക്കെ ഞാൻ കൂടെ ഉണ്ടാകുവാൻ. എനിക്ക് മറ്റൊന്നുമല്ല, സത്യം ജയിക്കണം. എവിടെ ആണെങ്കിലും സത്യത്തിന് പുറകെ പോകേണ്ട ആൾക്കാർക്ക് സത്യമായിട്ട് തന്നെ തീരണം. അല്ലാതെ അത് മറച്ചു വെച്ചു പിന്നെ കുറേ കള്ളക്കഥകൾ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കില്ല. പലരും പറഞ്ഞത് വെറും കള്ളക്കഥയാണ്. അത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അന്നേരം എല്ലാവർക്കും നമസ്കാരം.